എല്ലാവർക്കും സ്പൈസ് സെഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് അമ്മ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ മുമ്പ് ഹിന്ദിയായിരുന്നു ചാനൽ. ആ സമയത്ത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോറ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ലിങ്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 1.5 കിലോ ചിക്കനാണ്. ഇതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ, പിന്നെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കുക. അപ്പോൾ നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുക, എന്നാലേ ഈ ചിക്കനിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. ഇനി ഇതിനാവശ്യമുള്ള സവാളയാണ്. ഇത് ഒരു മീഡിയം സൈസ് 5 സവാള ചെറുതായിട്ട് നല്ല നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. കുറച്ച് ഗാർണിഷും കുറച്ച് ചിക്കനിൽ ആവശ്യമുള്ളത്. പിന്നെ ചോറ് വയ്ക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, കാരണം ഞങ്ങളുടെ ചാനൽ ആദ്യം ഹിന്ദിയിലായിരുന്നു. അതിലേക്ക് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ഇത് ഞാൻ സവാള വറുത്ത അതേ സെയിം ഓയിലാണ്. 1 കഷ്ണം പട്ട, 2 വയനയില, 1 ഗ്രാമ്പു, ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി ബ്രൗൺ ആവണ്ട, ഉള്ളി ഒന്ന് നന്നായി വാടി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ചിക്കൻ കറിയിലേക്ക് ആവശ്യമുള്ള 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി മതി. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് നേരത്തെ 1 മണിക്കൂർ മുന്നേ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം തന്നെ മതിയാവും. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 1/4 ഭാഗം ചിക്കൻ വേകുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 10-20 മിനിറ്റ് എടുക്കും. ചിക്കൻ ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ ഫ്രൈ ചെയ്ത ഉള്ളി, അത് കുറച്ച് ഗാർണിഷിന് മാറ്റി വെച്ചിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇത് നന്നായി മിക്സ് ചെയ്യുക.
എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ മതി, അപ്പോഴേക്കും ചിക്കൻ കറി റെഡിയാവും. നമുക്കിത് 10 മിനിറ്റ് അടച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇതിലേക്കിടാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. നമുക്ക് ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് നെയ്യ്, അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് ചിക്കൻ ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത സവാള, ഇച്ചിരി മല്ലിയില, ചണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് കുറച്ച് നെയ്യിൽ മഞ്ഞൾ ചേർത്തതാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലെയറിൽ കുറച്ച് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് റൈസും ചിക്കനും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ചോറും വെച്ച് എല്ലാം ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത ഉള്ളി, മല്ലിയില ഇത് വെച്ചിട്ട് ഇത് നന്നായി ഗാർണിഷ് ചെയ്യുക. ബിരിയാണിയുടെ മേളിലെല്ലാം ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു പഴയ ദോശക്കല്ലിൽ വെച്ചിട്ട് ഈ ഉരുളി എടുത്ത് അതിൻ്റെ മേളിൽ വയ്ക്കുക. ഒരു മീഡിയം സിം തീയിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. പിന്നേക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലൊരു ഇച്ചിരി നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് ഫൈനലായിട്ട് ബിരിയാണി ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു. ബിരിയാണി ദം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ് കണ്ടില്ലേ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.